ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 2 പോപ്പ്-അപ്പ് 3D കാർഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് A4 സൈസിലുള്ള ഒരു കളർ പേപ്പറാണ്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിന് മേലെയായിട്ട് 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അത് 2 എൻഡിലും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ പോയിന്റിൽ നിന്നും 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ 2 സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ പോയിന്റിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത 3 സെൻറ്റിമീറ്റർ പോയിന്റിലും 2 സെൻറ്റിമീറ്റർ പോയിന്റിലും 4 സെൻറ്റിമീറ്റർ മേളിലേക്ക് 2 ലൈൻസ് വരച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത സൈഡിലും 4 സെൻറ്റിമീറ്റേഴ്സിൻ്റെ 2 ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത 3 സെൻറ്റിമീറ്ററിൻ്റെ 2 പോയിന്റ്സിലെ അതിൽ നിന്നും മേളിലേക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ 2 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വരച്ചെടുത്തതിന് ശേഷം സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ലൈൻസിൻ്റെ മേലെ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് മേളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം നമ്മൾ മടക്കി കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ സിമ്പിൾ ഈസി പോപ്പ്-അപ്പ് കാർഡോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു കവർ റെഡിയാക്കി കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഒക്കേഷനാണോ ഈ കാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സും മെസ്സേജസോ അല്ലെങ്കിൽ വേർഡിങ്സോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. ഇവിടെ ഞാനിത് വാലന്റൈൻസ് ഡേ തീമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാർട്ട് ഷേപ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കവർ പേജ് ഞാൻ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഒക്കേഷന് വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മെസ്സേജസും സ്റ്റിക്കേഴ്സും ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ടെക്സ്റ്റേർഡ് A4 പേപ്പറാണ്. ഇത് നമ്മുടെ കാർഡിൻ്റെ കവറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ 4 സെൻറ്റിമീറ്റർ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത 4 സെൻറ്റിമീറ്റർ പോയിന്റിൽ നിന്നും മേളിലേക്ക് 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡും വരച്ചതിന് ശേഷം നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ മേളിലേക്ക് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ 2 സെൻറ്റിമീറ്റർ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത 2 സെൻറ്റിമീറ്റർ പോയിന്റിൽ നിന്നും മേളിലേക്ക് 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻസ് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം മേളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് മേളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം ഉള്ളിലേക്കായിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെക്കൻഡ് കാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത ടെക്സ്റ്റഡ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി ഏത് ഒക്കേഷനാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സും വേർഡിങ്സും മെസ്സേജസും ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കാർഡിൻ്റെ കവർ ഞാൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഹാർട്ട് ഷേപ്സ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന ഈ പിക്ചർ ഉണ്ടല്ലോ, ഈ 2 കാർഡിലെ പിക്ചേഴ്സ് ഞാൻ ഒരു വൈറ്റ് ഗ്ലേസിങ്ങുള്ള ഒരു പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 കാർഡ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.